ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 13, ശ്ലോക 4. ഗദാപാണോ ദൈത്യേ ത്വമവിഹി ഗൃഹീത ഉന്നത ഗദാ നിയുദ്ധേന ക്രീഡൻ ഖടഖടരവ ഉത്കൃഷ്ടവിയതാം രണ ആലോക ഔത്സുക്യാത് മിളതി സുരസംഖേ ദ്രുതം അമും നിരുന്ധ്യാക സന്ധ്യാതക പ്രഥമം ഇതി ധാത്രാ ജഗദിശേ. ഗദാപാണൗ, കയ്യിൽ ഗദയുമായി, ദൈത്യേ, അസുരൻ, ത്വം, ഭഗവാൻ, അപി, അപ്പോൾ, ഹി, എത്തുകയും, ഗൃഹീത, കയ്യിൽ കൈകൊണ്ട്, ഉന്നത, ഊക്കനായിട്ടുള്ള, ഗദ, ഗദയെ, നിയുദ്ധേന, ദ്വന്ദ്വയുദ്ധത്താൽ, ക്രീഡൻ, വിഹരിക്കവേ, ഖട, ശബ്ദം, ഖട, അങ്ങനെ ഘോരമായ, രവം, ഊക്കൻ ശബ്ദം, ഉത്കൃഷ്ട, ഒച്ചപ്പാടൊക്കെ, വിയത, ആകാശത്തോളം, രണ, യുദ്ധം, ആലോക, കാണുവാൻ വേണ്ടി, ഔത്സുക്യാത്, ഉത്സാഹത്തോടുകൂടി, മിളതി, വരികയും, സുരസംഖ്യ, ദേവക്കൂട്ടം, ദ്രുതം, വളരെ പെട്ടെന്ന്, അമും, ഇവനെ, നിരുന്ധ്യാഹ, വധിക്കണം, സന്ധ്യാതഹ, സന്ധ്യാസമയം, പ്രഥമം, മുൻപേ, ഇതി, ഇപ്രകാരം, ധാത്ര, ബ്രഹ്മാവ്, ജഗദിശേ, വിഷ്ണു. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ഹിരണ്യാക്ഷ വധത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ ഭഗവാനെ യുദ്ധം ചെയ്യുവാൻ നേരിട്ട് വന്ന ആ ഹിരണ്യാക്ഷൻ തൻ്റെ ഗദയെ എടുത്ത് ഭഗവാന് നേരെ വീശുമ്പോൾ ആ ഭഗവാന്റെ കയ്യിൽ ഒരു ഊക്കൻ ഗദയെ സ്മരിക്കുകയും അത് വരുകയും അവർ രണ്ടുപേരും ദ്വന്ദ്വയുദ്ധം നടത്തുകയും ആ ഭഗവാൻ ഇതൊരു വിഹരിക്കുന്ന രീതിയിൽ ഒരു കളി എന്ന പോലെ അത് ഇരിക്കുമ്പോൾ ആ രണ്ട് ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ വളരെ ഊക്കനായിട്ടുള്ള ശബ്ദപ്പാട് ഉണ്ടാവുകയും അത് ആകാശത്തോളം എത്തുകയും ഈ ഒരു യുദ്ധത്തെ കാണുവാൻ വേണ്ടി വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാ ദേവകളും വന്നു ചേരുകയും അത് കണ്ടിട്ട് ഈ സന്ധ്യാസമയം ആകുന്നു എന്ന് മനസ്സിൽ തോന്നുകയും ഉടനെ തന്നെ ബ്രഹ്മാവ് ഈ ഹിരണ്യാക്ഷനെ സന്ധ്യയ്ക്ക് മുൻപ് വധിക്കണം എന്ന് ആ വിഷ്ണുവിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒരു യുദ്ധം നടന്നാൽ അത് സന്ധ്യ ആയതിനു ശേഷം ആ യുദ്ധം അവിടെ തന്നെ ശംഖുമുയക്കി നിർത്തണം എന്നാണ് രീതി. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ ഹിരണ്യാക്ഷനെ വധിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ബ്രഹ്മാവ് വിഷ്ണുവിന് നൽകുകയും ചെയ്തു. ഗദാപാണോ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നത ഗദോ നിയുദ്ധേന ക്രീഡൻ ഖടഖടരവോത്കൃഷ്ടവിയതാ രണാലോകൗത്സുക്യാത് മിലതി സുരസംഖേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമം ഇതി ധാത്രാ ജഗദിശേ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.